ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി അലക്കാനുള്ള ഡ്രസ്സെല്ലാമായിട്ട് അലക്കാൻ പുറത്തേക്ക് പോകുമായിരിക്കും. ഈ സമയത്തായിരിക്കോട്ടോ ചന്ദ്ര രവിയുടെയും ചന്ദ്രയുടെയും കുറച്ച് ഡ്രസ്സുകളുമായിട്ട് രേവതിയുടെ അരികിലേക്ക് വരുന്നത്. അങ്ങനെ അതും കൂടി ബക്കറ്റിലിട്ട് കൊടുക്കുവാണ്. അങ്ങനെ അവിടെ നിന്ന് രേവതി പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും പിന്നാലെ ശ്രുതിയുടെ കുറച്ച് ഡ്രസ്സുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അതെ രേവതി, ശ്രുതിയുടെ 2-3 ഷർട്ട് കൂടിയുണ്ട്, അതുകൂടി ഒന്ന് അലക്കിയിടാവും. എനിക്ക് അത്യാവശ്യമായിട്ട് പാർലറിലേക്ക് പോകണം. ഇന്ന് കുറച്ചധികം അർജൻറ്റ് വർക്കുകളുള്ളതാണ്. എൻ്റെയും ശ്രുതിയുടെ മറ്റു ഡ്രസ്സുകളും ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി. പക്ഷേ ഈ ഡ്രസ്സുകൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകളാണ്. അത് വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയാൽ പെട്ടെന്ന് ചീത്തയായി പോയില്ലേ. അതുകൊണ്ടാണ് കല്ലിൽ അലക്കാനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തീരെ സമയമില്ല. നാളെ പുതിയ 2-3 കാർസിൻ്റെ സെയിൽസ് ഉള്ളതാണ്. അപ്പോൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടൊക്കെ ഇട്ട് നിന്നാലല്ലേ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 2 ഷർട്ടും കൂടിയും നീ ഒന്ന് അലക്കിയിട്ടേക്ക് എന്ന് പറഞ്ഞ് അത് രേവതിയുടെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ രേവതി തടയണേണ്. ഇല്ല, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. നീ തന്നെ വേണമെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ ഡ്രസ്സ് അലക്കിയിട്, എന്നെക്കൊണ്ട് പറ്റില്ല. അത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന ചന്ദ്ര രേവതിയോട് ദേഷ്യപ്പെടുക. അതെന്താ നിനക്ക് പറ്റാത്തത്? നിന്റെ പണി പിന്നെ എന്താണ് ഇവിടെ? മോളെ ശ്രുതി, നീ ആ ഡ്രസ്സ് ഇവൾക്ക് കൊടുത്തേ. ഇവൾ അലക്കിയാൾ ഇവളുടെ കയ്യിലെ വള ഊരിപ്പോകുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അന്നേരം രേവതി ചന്ദ്രയോടും പറയണേ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ഷർട്ടൊന്നും അലക്കാനേ എന്നെക്കൊണ്ട് പറ്റില്ല. അത്രക്ക് അത്യാവശ്യമാണെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഷർട്ട് ഇട്ട് പോകാൻ പറ. അന്നേരം ശ്രുതി പറയണേ, അതെ, നിന്റെ ഭർത്താവിനെ പോലെ വണ്ടി ഓടിക്കലല്ല എൻ്റെ ഭർത്താവിൻ്റെ പണി. ഒരു വലിയ കമ്പനിയിലെ റെപ്യൂട്ടഡ് പൊസിഷനിലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴേ അവൻ്റെ വസ്ത്രത്തിലും അപ്പിയറൻസിലും ഒക്കെ അതിൻ്റെതായ മാനേഴ്സ് കീപ്പ് ചെയ്യും. അല്ലാതെ കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് ആൾക്കാരെ തല്ലിയൊക്കെ നടക്കുന്ന ആളല്ലേ എൻ്റെ ഭർത്താവ്. നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഈ ഡ്രസ്സ് അലക്കാനേ എന്നെക്കൊണ്ട് പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്നും നിങ്ങൾക്കറിയാം. അന്നേരം ചന്ദ്ര പറയണേണ്, നീ രവിയേട്ടൻ്റെ ഡ്രസ്സുകളും അതുപോലെ ശ്രീകാന്തിൻ്റെ ഡ്രസ്സും ഒക്കെ അലക്കുമല്ലോ, പിന്നെ ശ്രുതിയുടെ ഡ്രസ്സിന് മാത്രം എന്താ ഇത്ര അയിത്തം? ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് എൻ്റെ ശ്രുതിമോനാണ്. അമ്മ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഈ ഡ്രസ്സുകൾ ഞാൻ അലക്കില്ല. ഈ സമയത്തായിരിക്കോട്ടെ വർഷയുടെ കുറച്ച് ഡ്രസ്സ് അലക്കാനായിട്ട് രേവതിയുടെ കൈ കൊടുക്കുന്നത്. ചേച്ചി, ഈ ഡ്രസ്സുകൾ കൂടി ഒന്ന് അലക്കാവോ? ഇപ്പം തന്നെ ചേച്ചിക്ക് കുറേ ഡ്രസ്സ് അലക്കാനുണ്ടല്ലേ, ഇതുകൂടി തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആൻറ്റി ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ, രേവതി ചേച്ചി ഒന്ന് സഹായിച്ചൂടെ? ഈ പണിയെല്ലാം രേവതി ചേച്ചി ഒറ്റക്കല്ലേ ചെയ്യുന്നത്? കുറച്ച് ഡ്രസ്സ് ആൻറ്റിയും കൂടി അലക്കി കൊടുക്ക്. അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുവാണ്. വർഷേനെ എനിക്ക് വെറുപ്പിക്കാനും പറ്റില്ലല്ലോ. അന്നേരം ചന്ദ്ര പറയണേ, അത് പിന്നെ മോളെ, ഇവൾക്ക് ഈ പണിയല്ലാതെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇതൊക്കെ ചെയ്യുന്നതിന് ഇവൾക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ആരുടെ സഹായമൊന്നും ചോദിക്കില്ലെന്നേ. ഇവൾക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. മോളുടെ ഡ്രസ്സും കൊടുത്തു ഇവൾക്കതൊന്നും കുഴപ്പമേ ഇല്ല. അതുകൊണ്ട് മോൾ ആ കാര്യമൊന്നും എടുത്ത് ടെൻഷൻ ആവണ്ട. ഈ സമയം വർഷ പറയണേ, എന്നാലും അങ്ങനെ പറയരുത് ആൻറ്റി. വീട്ടിൽ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് കിടക്കുന്നവരെ എന്തോരം ജോലികളാണ് ചേച്ചി ചെയ്യുന്നത്. ജോലിയെടുത്ത് ചേച്ചി ക്ഷീണിക്കുകയല്ലേ. ആ സമയം ചന്ദ്ര പറയണേ, അതിനെന്താ, ഇവൾ പുറത്തൊന്നും പോയി വേറെ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. വീട്ടിൽ ഈ ജോലികളല്ലേ ചെയ്യുന്നുള്ളൂ. അതെല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നതാണ്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെയാണോ? നിങ്ങൾ പുറത്ത് പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് തിരിച്ചു വരുന്നവരല്ലേ. ഈ സമയം വർഷ പറയണേ, അത് ശരിയാ, ഞങ്ങളുടേതായ ജോലി സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ജോലി മാത്രം ചെയ്യുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു. എന്നാൽ രേവതി ചേച്ചി അങ്ങനെയാണോ? ഈ വീട്ടിൽ എന്തോരം ജോലികളാണ് ഉള്ളത്. ഭക്ഷണം വെക്കണം, അലക്കണം, വീട് വൃത്തിയാക്കണം. അതെല്ലാം രേവതി ചേച്ചി ഒറ്റ കോടി നടന്ന് ചെയ്യുമല്ലേ. അതിന് എന്തെങ്കിലും ശമ്പളം കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെയാണോ? ഞങ്ങൾക്ക് ജോലി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ട് സാലറി കിട്ടും. പക്ഷേ രേവതി ചേച്ചിക്ക് ഈ വീട്ടിൽ നിന്ന് അങ്ങനെ സാലറിയോ നല്ലൊരു വാക്കോ ഒന്നും കിട്ടുന്നില്ലല്ലോ. രേവതി ചേച്ചിയുടെ കഷ്ടപ്പാടിനെ ആരും വിലമതിക്കുന്നില്ല. ആ സമയം രേവതി പറയണേ, അതൊന്നും സാരമില്ല വർഷേ, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ സമയം വർഷ പറയണേ, അങ്ങനെ രേവതി ചേച്ചി ഞാൻ വിലയില്ലാത്തവളായി കാണില്ല. ചേച്ചി 1 മിനിറ്റ് എന്ന് പറഞ്ഞ പേഴ്സിൽ നിന്ന് 2000 രൂപ എടുക്കുവാണ്ടോ വർഷ. എന്നിട്ട് രേവതിക്ക് നേരെ നീട്ടുക. ഇതാ ചേച്ചി, ഈ പൈസ ചേച്ചി വെച്ചോ. ചേച്ചിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് വാങ്ങിക്കോ. ഇനി മുതൽ എല്ലാ മാസവും ഒരു ചെറിയ എന്തെങ്കിലും തുക ചേച്ചിക്ക് ഞാൻ തരാം. അത് വെച്ച് ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അത് കണ്ടിട്ട് രേവതി അന്തം വിട്ട് നിൽക്കുക. അല്ല വർഷേ, എന്താ ഇതൊക്കെ? എനിക്കെന്തിനാ നീ പണം തരുന്നത്? നീ എന്നെ ഇവിടുത്തെ വേറൊരു വേലക്കാരിയായിട്ടാണോ കാണുന്നത്? അന്നേരം വർഷ പറഞ്ഞേ, അയ്യോ രേവതി ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ശ്രുതി ചേച്ചി ആൻറ്റിക്ക് പണം കൊടുത്തില്ലേ, ഒരു പോക്കറ്റ് മണി പോലെ, അതുപോലെ കണ്ടാൽ മതി ഇതിന്. ഈ സമയം ചന്ദ്ര ഒന്ന് ശ്രുതിയെ നോക്കുവാണ്. ഇവളിനി എന്നെ വേലക്കാരിയെ കണ്ടാണോ പണം തന്നത് എന്ന മട്ടിൽ ഇങ്ങനെ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി അല്ല എന്നുള്ള രീതി തലയാട്ടുക. എന്നിട്ട് ശ്രുതി പറയണേ, അതെന്താ വർഷം നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ലാഭത്തിൻ്റെ ചെറിയൊരു പങ്ക് ആൻറ്റിയെ ഏൽപ്പിച്ചു. ആൻറ്റിയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ സമയം വർഷ പറയണേ, അങ്ങനെയല്ലേ? അതുപോലെ തന്നെ രേവതി ചേച്ചിയെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്താണ് കാണുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ ചേച്ചിക്ക് ഈ പണം കൊടുത്തത്. രേവതി ചേച്ചി ഇത് വാങ്ങിക്ക് ചേച്ചി എന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിൽ അത് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് സ്റ്റുഡിയോയിലേക്ക് പോകുവാണ് കേട്ടോ വർഷ.
ഈ സമയം രേവതി ആ കാശ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അത് കണ്ട ചന്ദ്രക്ക് ശ്രുതിക്ക് ഒത്തിരി സന്തോഷമാകുക. ചന്ദ്ര പറയണേ, മോളെ ശ്രുതി, ഇപ്പോഴല്ലേ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇവൾ എന്തിനാ വർഷമോളെ ഇങ്ങനെ മണിയടിച്ച് നിൽക്കുന്നതെന്ന്. ഇതുപോലെ ആവശ്യമുള്ള സമയത്ത് പണത്തിന് വേണ്ടി വർഷയെ കറക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവള് വർഷയോട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്. അന്നേരം ശ്രുതിയും പറയണേ, ശരിയാ ആൻറ്റി, എനിക്കാ തെറ്റുപറ്റിയത്. കുറച്ച് പൈസ കൊടുത്തിട്ട് ശ്രുതിയുടെ ഡ്രസ്സ് ഇവളോട് അലക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൾ ഒന്നും മിണ്ടാതെ അലക്കി തന്നാനേ. എന്താണെങ്കിലേ എനിക്ക് പോകാനുള്ള സമയമായി, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആൻറ്റി എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രയും കളിയാക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ രേവതിയാണെങ്കിൽ ആകെ മനസ്സ് തകർന്ന് സങ്കടപ്പെട്ട് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ശ്രീകാന്ത് വർഷയോട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ദേഷ്യപ്പെടുക. വർഷേ, നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എന്തിനാ ഏട്ടത്തിക്ക് പൈസ കൊടുത്തത്? ഏട്ടത്തെ നീ വെറും വേലക്കാരിയായിട്ടാണോ കാണുന്നത്? അന്നേരം വർഷ ചോദിക്കണേ, അല്ല ഇതൊക്കെ ശ്രീകാന്ത് എങ്ങനെ അറിഞ്ഞത്? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് അവിടെ നിൽക്കട്ടെ, നീ ആദ്യം ചോദിച്ചൊരു ഉത്തരം പറ. വളരെ മോശമായിപ്പോയി വർഷം. ഏട്ടത്തിക്ക് എത്ര സങ്കടമായിട്ടുണ്ടാവും? അന്നേരം വർഷ പറയണേ, ഇതിനെന്തിനാ ഇത്ര സങ്കടപ്പെടുന്നത്? ചേച്ചി ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് മാടിനെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുവാണ്. ചേച്ചിക്കും ചേച്ചിയുടേതായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? ചേച്ചിയുടെ ഭർത്താവ് ആ കള്ളുകുടിയനാണെങ്കിൽ അതൊന്നും സാധിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. അയാൾക്ക് കള്ളു കുടിച്ച് നടന്നാൽ മതിയല്ലോ, കിട്ടുന്ന കാശെല്ലാം കള്ളു കുടിച്ച് തീർക്കും. പിന്നെ ചേച്ചിയുടെ ആഗ്രഹങ്ങൾ രേവതി ചേച്ചി എങ്ങനെയാണ് നടത്തുന്നത്? അതുകൊണ്ട് ഞാൻ രേവതി ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ടല്ലേ ആ പൈസ കൊടുത്തത്. അന്നേരം ശ്രീകാന്ത് ചോദിക്കണേ, നിനക്ക് വേണ്ടി നിൻ്റെ അമ്മ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നീ നിൻ്റെ അമ്മക്ക് പൈസ കൊടുക്കുമോ? അങ്ങനെ കൊടുത്താൽ നിൻ്റെ അമ്മയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും. അതുപോലെ തന്നെയല്ലേ രേവതി എടുത്തിയും. അന്നേരം വർഷ പറയണേ, ശ്രീകാന്ത് എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ആ ചേച്ചിക്ക് ഇതുപോലെ പോക്കറ്റ് മണി പോലെ ഞാൻ പൈസ കൊടുക്കും. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. എന്നാൽ രേവതി ചേച്ചി അങ്ങനെയല്ലല്ലോ. എൻ്റെ ചേച്ചിയെ പോലെയാണ് ഞാൻ രേവതി ചേച്ചിയും കാണുന്നത്. അന്നേരം ശ്രീകാന്ത് പറയണേ, നിൻ്റെ ചേച്ചിക്ക് നിനക്ക് ഇതുപോലെ പോക്കറ്റ് മണി കൊടുക്കാം, പക്ഷെ അങ്ങനെയാണോ രേവതി ഏട്ടത്തിക്ക്? ഏട്ടത്തി മറ്റൊരു വീട്ടിൽ നിന്നല്ലേ വന്നത്. അതുപോലെ ഏട്ടത്തി പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ ജോലി ചെയ്യുന്നത്, ഈ വീട്ടുകാരോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് കേൾക്കുന്നതും വർഷ പറയണേ, നീ പറയുന്നത് നോക്ക്, രേവതി ചേച്ചി നീ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന ആളായിട്ടാണ് കാണുന്നത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല, എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പൈസ കൊടുത്തത്. സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഒരാളെ കൊണ്ട് വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യിപ്പിക്കുന്നത് ശരിയായ കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രേവതി ചേച്ചിയുടെ കഷ്ടപ്പാടിന് ഞാൻ വാല്യൂ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ പണം കൊടുത്തത്. അന്നേരം ശ്രീകാന്ത് പറയണേ, നിന്നോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നിന്നോട് ഇങ്ങനെ തർക്കിച്ച് നിൽക്കാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. ഒന്നാമത് തലവേദന എടുത്തിരിക്കുക എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന രേവതിനെയാണ് കേട്ടോ. രേവതിയുടെ മുഖത്തൊക്കെ ആകെ ഭാവമാണ്. ഈ സമയത്തായിരിക്കും സച്ചി വരുന്നത്. സച്ചി വന്ന് വാദോരാതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്നായിരിക്കും രേവതിയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. അല്ല, എന്തു പറ്റി? എന്താ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്തത്? അല്ലെങ്കിൽ ബൾബിട്ട പോലെ ഏത് നേരവും കത്തിക്കൊണ്ട് നിൽക്കുമല്ലോ. എന്താണ് തനിക്ക് പറ്റിയത്? ഒന്നുമില്ല സച്ചി ചേട്ടാ. അങ്ങനെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോയിട്ട് വർഷം കൊടുത്ത 2000 ഉണ്ടല്ലോ, ആ പൈസ കൊണ്ടുവന്ന് സച്ചിക്ക് നേരെ നീട്ടുക. ഇതെനിക്ക് തന്ന ശമ്പളോ? ശമ്പളോ? നിനക്കാരാ ശമ്പളം തരാൻ? നിനക്കതിന് പോകട്ടാ മാത്രമല്ലേ അറിയൂ, വേറെ എന്ത് പണി നിനക്കറിയാം? അത് കേൾക്കുന്നതും രേവതിക്ക് കൂടുതൽ സങ്കടമാകുവാം. എന്നിട്ട് സങ്കടത്തോടെ രേവതി പറയണേ, ശരിയാ, എനിക്ക് പൂ കെട്ടാൻ മാത്രമേ അറിയൂ. അധികം വിദ്യാഭ്യാസം ഇല്ല. ഇവിടുത്തെ മറ്റു മരുമക്കളെ പോലെ ഞാൻ ജോലിക്കൊന്നും പോകുന്നുമില്ല. ഞാൻ ഈ വീട്ടിലെടുക്കുന്ന ജോലികൾക്കുള്ള കൂലിയായിട്ടാണ് ഇത് തന്നത്. നീ വീട്ടിൽ ജോലി എടുക്കുന്നതിന് ശമ്പളം തന്നോ? ആരായി പണം തന്നത്? വേറെ ആരാ? വർഷയാ. അവളോ? ഞാൻ അവളെക്കുറിച്ച് അപ്പോളേ പറഞ്ഞതല്ലേ, പണത്തിൻ്റെ അഹങ്കാരത്തിൽ നടക്കുന്നവളാ അവള്. അപ്പം നീ എന്താ പറഞ്ഞത്? അവള് പാവോടുന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? അവൾ നിന്റെ തലക്കിട്ട് തന്നെ കൊട്ടിയില്ലേ? ഇതിപ്പോൾ തന്നെ ചോദിച്ചേ പറ്റൂ. അന്നേരം രേവതി തടയണേ, എന്തിനാ സച്ചിയേട്ടാ ചോദിക്കുന്നത്? ശ്രുതി സിംഗപ്പൂരിലെ വലിയ ബിസിനസ്സുകാരൻ്റെ മോള്. വർഷയാണെങ്കിൽ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്ന് വന്നവള്. ഞാനാരാ? വെറും ഒരു പൂക്കച്ചവടക്കാരി. അപ്പോൾ പിന്നെ എന്നെ ഈ വീട്ടിലെ വേലക്കാരിയായിട്ടല്ലേ അവർ കാണുകയുള്ളൂ. അന്നേരം സച്ചി ദേഷ്യപ്പെടുക. നീ എന്തൊക്കെയാ പറയുന്നത്? നീ നിന്നെ തന്നെ വില കുറിച്ച് കാണുവാണോ? നീ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല, ഈ സച്ചിയുടെ ഭാര്യയാ. അന്നേരം രേവതി സങ്കടത്തോട് പറയണേ, പക്ഷേ ആരും എന്നെ അങ്ങനെ കാണുന്നില്ലല്ലോ. രാവിലെ തന്നെ അമ്മ വന്ന് ആ ജോലി ചെയ്, ഈ ജോലി ചെയ് എന്നിങ്ങനെ ഓരോ ജോലി എനിക്ക് തരും. അതുപോലെ ഇവിടെയുള്ള മറ്റുള്ളവർ ഓരോരോ ജോലികൾ എന്നെ ഏൽപ്പിക്കും. ഈ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ തന്നെയായിരിക്കും എൻ്റെ ജീവിതം. അതിന് ആരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. സച്ചിയേട്ടൻ നീ പൈസ പിടിക്കുക. ഇത് എനിക്കായിട്ട് തന്നെ വർഷയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് സച്ചിയേട്ടൻ തന്നെ ഇത് ശ്രീകാന്തിന് കൊടുക്കണം, എന്നിട്ട് വർഷയെ ഏൽപ്പിക്കാനായിട്ട് പറയണം. അങ്ങനെ സച്ചി ആ പൈസ വാങ്ങുവാണ്. പിന്നീട് രേവതി ഉറങ്ങാനായിട്ട് തുടങ്ങുമായിരിക്കും. അന്നേരം സച്ചി രേവതിയുടെ അരികിൽ പോയിരുന്ന് രേവതിയെ നെഞ്ചോട് ചേർക്കുവാണ് കേട്ടോ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ എല്ലാവർക്കും
എല്ലായ്പ്പോഴും ഒരവസ്ഥ ആകണമെന്നില്ല. ചിലപ്പോൾ നാളെ തന്നെ ജീവിതം മാറി മറിയാം. അതുകൊണ്ട് നീ സങ്കടപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞ് രേവതി ആശ്വസിപ്പിച്ച് നെഞ്ചോട് ചേർത്ത് ഉറക്കുവാണ് സച്ചി. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്